സുഹൃത്തുക്കളെ, കുട്ടികളുടെ മുന്നിൽ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഇല്ലാത്തവർ ഈ വീഡിയോ കൂടുതൽ കാണരുത്. ഞാനൊരു കമന്റ് വായിക്കാം. ഉരുക്കി ഒഴിക്കേണ്ടത് നിന്റെ ഉമ്മാന്റെയും പെമ്പറന്നോത്തിമാരുടെയും യിലാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് നീ ഉൾക്കൊള്ളുന്ന തലമുറയിൽ ദേശവിരുദ്ധ മതവികാരമാണ്. അത് തെറ്റാണ്. സംജോത എക്സ്പ്രസ് സ്ഫോടനം നടത്തിയ പ്രതികൾ എവിടെ? ആരാണ്? പ്രേതം വന്നിട്ടാണോ അത് നടത്തിയത്? ബാബരി മസ്ജിദ് തകർത്തവരെവിടെ? അവരെ ശിക്ഷിച്ചു? ഇല്ല. അത് പ്രേതം വന്നിട്ടാണോ തകർത്തത്? അല്ല. മാലഗാവ് സ്ഫോടനം നടത്തിയത് ആരാണ്? അവിടെയൊക്കെ മരിച്ചു വീണത് ഇന്ത്യക്കാരാണ്. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണെന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും പോക്കറ്റുകളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. അവിടുത്തെ ഹിന്ദുക്കൾ 4 വോട്ടിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ മനസ്സുകൾ വിഭജിച്ചു. ഇറാനെ തകർക്കാൻ, പാകിസ്ഥാനെ തകർക്കാൻ, ബംഗ്ലാദേശിനെ തകർക്കാൻ ബോംബുകളും ആറ്റം ബോംബുകളും വേണ്ടിവരും. പക്ഷെ ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിൽ വന്നിട്ട് ഒന്ന് തുണി പൊക്കി നീ ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കി 2 പേരെ വെടിവെച്ചാൽ മതി. ഇവിടെ വർഗീയ കലാപങ്ങൾ കത്തും. അത്രയ്ക്കും രീതിയിൽ ഇന്ത്യൻ മനസ്സുകളെ വിഭജിച്ച് കഴിഞ്ഞു നിങ്ങൾ. ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ പേജിൽ കണ്ടതാണ്. മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിങ്ങളുടെ ഒറ്റുകാരാണ് സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാർക്കാർ, മോഡിയൻ ടീം എന്നാണ് പറയുന്നത്. ലോകമൊത്തം സമാധാനം പുലരണമെങ്കിൽ നിങ്ങളുടെ മതതീവ്രവാദം ഈ ഭൂലോകത്ത് ഉന്മൂലനം ചെയ്യണം. ശ്രീലങ്കയിൽ കുഴപ്പങ്ങളുണ്ടായത് ഇസ്ലാം മത പ്രഭാകരൻ ഇസ്ലാം മത ഭീകരവാദിയാണോ? അല്ല. അവിടെ കയറി വന്ന ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ സിംഗളീസുകാർ, അവിടുത്തെ ബുദ്ധമതക്കാർ മതത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും ഒരു സമൂഹത്തെ അടിച്ചമർത്തി. അതുകൊണ്ടെന്താ അവിടെ ഭീകരവാദമുണ്ടായി. അതിന്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ഇന്ത്യയെ തകർക്കാൻ സംഘ ഭീകരർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പിന്നെ സംഘികൾ ഒരു ഏതൊരു വിഭാഗത്തിനും ക്ഷമക്കൊരതിരുണ്ട്. ഇപ്പോ ഇവൻ ഫേക്കിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിന്റെ രീതിയിൽ വിടും. എല്ലാത്തിനും തത്തുല്യമായ പ്രതികരണം ഉണ്ടാവും, അത് എവിടെ നിന്നായാലും. അങ്ങനെ അറേബ്യയിൽ വന്നിട്ട് അമേരിക്കൻ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ അവരുടെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് പ്ലെയിന് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഇവർ അമേരിക്ക ഇറാഖിൽ വന്നു, അഫ്ഗാനിസ്ഥാനിൽ വന്നു. ട്രില്യൺ എന്ന് പറഞ്ഞാൽ 12 അപ്പൊ 12 ഡിജിറ്റിലുള്ള സംഖ്യകൾ അവിടെ ചെലവാക്കി അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടു. അപ്പോൾ ആരും അഹങ്കരിക്കരുത്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളും നശിച്ച് നാറാണക്കല്ലെടുത്തിട്ട് ഇത് സംഖ്യകളോടുള്ള അല്ലെങ്കിൽ തങ്ങൾ വലിയ ആൾക്കാരാണ് എന്ന് തോന്നുന്ന സംഖ്യകൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്.